അസ്സലാമു ഞാൻ റമദാൻ. എല്ലാ കൊല്ലവും നിങ്ങളോടൊപ്പം ഞാൻ വരാറുണ്ട്. 2 മാസം നിങ്ങളെല്ലാം പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയായിരുന്നു എന്നെ. അല്ലാഹുമ്മ ബാരിക്. അങ്ങനെ ഇക്കുറി ഞാൻ വന്നു. നമ്മൾ കണ്ടുമുട്ടി. അൽഹംദുലില്ലാ. ഞാൻ വരുന്നെന്നറിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും എന്തൊരു സന്തോഷമാണില്ലേ. രാത്രികളിൽ പള്ളികളിൽ നിറയും. നീണ്ട നിസ്കാരങ്ങൾക്ക് വലിയ ആവേശം. പകൽ നോമ്പ്. ഒരു വലിയ വെയിലത്താണെങ്കിലും നിങ്ങൾക്കൊക്കെ എന്തൊരു പൂർത്തിയാണല്ലോ നോമ്പ് നോൽക്കാൻ. പട്ടിണി കിടക്കാനും സന്തോഷമുണ്ടാവും എന്നാണ് ചിലരൊക്കെ ആലോചിക്കുന്നത്. അതാണല്ലോ ഈമാനിന്റെ മധുരം. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനോടുള്ള സ്നേഹമാണല്ലോ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ആ അനുഭൂതിയാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. അതിന് നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. വലിയ മഹാന്മാരൊക്കെ കുഞ്ഞുനാളിൽ ഈ സന്തോഷം അനുഭവിച്ചവരാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? റമദാൻ മാസം പകൽ മുലപ്പാൽ പോലും കഴിച്ചില്ല. അത്രയും കുഞ്ഞായിരിക്കെ തന്നെ ഈ സന്തോഷം അനുഭവിച്ചവർ. നമ്മളിങ്ങനെ ലയിച്ചു ചേർന്നാൽ എല്ലാ നന്മയും വലിയ രസമായി തീരും. നിങ്ങൾക്കിങ്ങനെ സന്തോഷം പകരുന്നതിൽ എനിക്കും വലിയ സന്തോഷം തന്നെ. നോമ്പ് തുറക്കുമ്പോഴത്തെ സന്തോഷം അത് 2 ഉണ്ടെന്നാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 1. ദാഹവും വിശപ്പും 6 വിധം നമുക്ക് കിട്ടുന്ന സ്വാദൂറുന്ന ഭക്ഷണ പാനീയങ്ങൾ. 2. പരലോകത്ത് അല്ലാഹു തരുന്ന സന്തോഷ സമ്മാനങ്ങൾ നമുക്ക് വിവരിക്കാനാവാത്ത സ്വർഗാനുഭൂതികൾ. മറ്റുള്ളവരുടെ വേദനയും പട്ടിണിയും ഒക്കെ മനസ്സിലാക്കാൻ കൂടിയാണല്ലോ എന്റെ വരവിന്റെ ലക്ഷ്യം. വേദനിക്കുന്നവരോടൊക്കെ വലിയ സ്നേഹം കാണിക്കാനുള്ള പാഠങ്ങൾ നാം നോമ്പ് കാലത്ത് പഠിക്കുന്നുമുണ്ട്. ഞാനൊരു കഥ പറയാം. ഇതുപോലൊരു ചൂടുള്ള ഒരു കാലം അറേബ്യൻ പ്രാന്തപ്രദേശത്തുകൂടെ നടക്കുകയാണ് ആ സ്വഹാബി. ശക്തമായ ദാഹം. നടത്തത്തിനിടെ ഒരു കിണർ കണ്ടു. അതിലിറങ്ങി വെള്ളം കുടിച്ച് ദാഹം അകറ്റി. അപ്പോഴാണ് കണ്ടത് വിശന്ന് ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന ഒരു നായ. നാവ് പുറത്തിട്ട് മണ്ണ് കപ്പിത്തിന്നു. അപ്പോൾ തനിക്കുണ്ടായ ദാഹവും അതിന്റെ പ്രയാസവും ആലോചിച്ചു. ഉടനെ കിണറ്റിലിറങ്ങി തോൽ കൊണ്ടുണ്ടാക്കിയ തന്റെ ചെരുപ്പിൽ വെള്ളം കോരി നായ കുടിപ്പിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ചോദിച്ചു, ജീവികൾക്ക് വെള്ളം കൊടുക്കുന്നതിന് കൂലിയുണ്ടോ? പച്ച ഹൃദയമുള്ള ഏത് ജീവിക്ക് ഗുണം ചെയ്താൽ പ്രതിഫലമുണ്ട്? എത്ര മധുരമുള്ള മറുപടിയാണ് തിരു ഹബീബ് പറഞ്ഞത്. കുറച്ചു ദിവസം കൂടി ഞാൻ ഇവിടെ ഉണ്ടാകും. പിന്നെ അടുത്ത കൊല്ലമാകും വരാൻ. ഞാൻ പോയാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാനുള്ളപ്പോൾ 70,000 ഇരട്ടി ഒക്കെയാ ഒരു നന്മയുടെ പ്രതിഫലം. ഞാൻ പോയി പെരുന്നാൾ വന്നാൽ ഇതൊന്നും മറക്കുകയും ചെയ്യരുത്. ഞാൻ തരുന്ന മധുരങ്ങൾക്ക് ജീവിതമാകെ നിലനിർത്തണം. റമദാനിനെ കൂടെ കൂട്ടിയവർക്ക് റയ്യാൻ എന്ന പ്രത്യേക കവാടത്തിലൂടെ സ്വർഗത്തിൽ എത്താനാകും. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഴവിൽ സംഘത്തിന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ അവസരം ഉണ്ടാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.